പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ജൂൺ മാസം 15-ാം തീയതി ഞായറാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ 6-ാം മാസത്തിൻ്റെ 3-ാമത്തെ വിശുദ്ധ ദിനത്തിലേക്ക് ദൈവം നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. നാം ഏവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് ദൈവകൃപ അനുഭവിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 35-ാം വാക്യം. സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 8 വേഴ്സ് 35 നാം ഇപ്രകാരം വായിക്കുന്നു: സംഭവിച്ചത് കാണുവാൻ അവർ പുറപ്പെട്ട് യേശുവിന്റെ അടുക്കൽ വന്നു. ഭൂതങ്ങൾ വിട്ടുപോയ മനുഷ്യൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും യേശുവിന്റെ കാൽക്കൽ ഇരിക്കുന്നത് കണ്ട് ഭയപ്പെട്ടു. യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ വേല നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതാ ഗെരസേന്യ ദേശത്ത് യേശുവും ശിഷ്യന്മാരും എത്തുന്നു. എന്നാൽ യേശു ഇവിടെ എത്തുമ്പോൾ യേശുവിനെ എതിരേറ്റു വന്നത് അവിടുത്തെ വിശ്വാസ സമൂഹമോ മറ്റു പ്രിയപ്പെട്ടവരോ ഒന്നുമല്ല. ബഹുകാലമായി ഭവനത്തിൽ താമസിക്കാതെ കല്ലറയിൽ വസിക്കുകയും സുബോധം നഷ്ടപ്പെട്ട് ഭൂതബാധിതനായി വിവസ്ത്രനായ ഒരു മനുഷ്യനാണ്. അവനിൽ അടങ്ങിയിരിക്കുന്ന ഭൂതം അത് ഒരു ഭൂതമല്ല, ഒരു കൂട്ടമാണ്. ലെഗ്യോൻ എന്ന് പറഞ്ഞാൽ ഒരു ബറ്റാലിയനായിട്ടുള്ള ഒരു കൂട്ടം. യേശു അതിനെ ശാസിച്ചു. എന്നാൽ ആ പൈശാചിക ശക്തി യേശുവിനോട് ആവശ്യപ്പെട്ടതനുസരിച്ച് അവിടെ മേഞ്ഞുകൊണ്ടിരുന്ന പന്നികളിൽ ഈ ഭൂതം പ്രവേശിക്കുകയും അത് കടുന്തൂക്കിലേക്ക് മറിഞ്ഞ് ചാവുകയും ചെയ്തു. പന്നികളെ മേയിച്ചുകൊണ്ടിരുന്നവർ ഭയപരവശരായി ഓടി അവിടെ നാട്ടിലും പട്ടണത്തിലും ചെന്ന് വിവരമറിയിച്ചു. അവർ ഒരു വലിയ അത്യത്ഭുതം നടന്നത് മാത്രമല്ല, തങ്ങളുടെ യജമാനന്മാരെ വിവരമറിയിക്കണമല്ലോ. അങ്ങനെ അറിയിച്ചതനുസരിച്ച് ആളുകൾ ഓടി യേശുവിന്റെ അടുക്കൽ വന്നു. യേശുവിന്റെ അടുക്കൽ വന്നപ്പോഴാണ് അവർ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു അത്യത്ഭുതം, മഹാത്ഭുതം നടന്നിരിക്കുന്നു. എന്താണത്? വിവസ്ത്രനായ മനുഷ്യൻ, സുബോധമില്ലാത്ത മനുഷ്യൻ, കല്ലറകളിൽ മാത്രം പാർത്തിരുന്ന മനുഷ്യൻ, ഇദ്ദേഹത്തെ പൂട്ടുവാൻ ചങ്ങല ഉപയോഗിച്ചാൽ ചങ്ങല പോലും ഉരുമ്മി പൊട്ടിക്കുന്ന ഈ ഭൂതഗ്രസ്തൻ ഭൂതം വിട്ടുപോയി സുബോധമുള്ളവനായി വസ്ത്രം ധരിച്ചവനായി യേശുവിന്റെ കാൽക്കൽ ഇരിക്കുന്നത് ഓടി വന്ന ജനം കണ്ട് ഭയപ്പെടുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഞാനും നിങ്ങളും അത്ഭുതങ്ങൾ കാണുവാൻ, പ്രാപിക്കുവാൻ എല്ലായിടവും ഓടി നടക്കുകയാണ്. എവിടെയാണ് അത്ഭുതം നടക്കുന്നത്? അതിനുവേണ്ടി എന്ത് ത്യാഗവും നമ്മൾ ചെയ്യും. എത്ര പണം വേണമെങ്കിലും മുടക്കും. എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യും. എത്ര നേർച്ച കാഴ്ചകൾ ആരുടെ മുമ്പിലും അർപ്പിക്കും. ഒരു മടിയുമില്ല. എന്നാൽ ഇന്നത്തെ വാഗ്ദത്ത വചനം വളരെ വ്യക്തമായി നമ്മോട് പറയുകയാണ്, ജീവിതത്തിൽ അത്ഭുതം നടക്കണമോ,
പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ അത്ഭുതം ഉണ്ടാകണമോ? ഇന്ന് കടന്നു പോകുന്ന പ്രശ്നത്തിന് പരിഹാരം വേണമോ? അത് കുടുംബത്തിന്റെയോ കുടുംബാംഗങ്ങളുടെയോ മക്കളുടെയോ മരുമക്കളുടെയോ കൊച്ചുമക്കളുടെയോ ആരുടെയും ഏത് വിഷയമായിക്കൊള്ളട്ടെ, അതിന്മേൽ അത്ഭുതം കാണണമെങ്കിൽ യേശുവിന്റെ പാദാന്തികെ അടുത്തു വരണം. അതെ, സുബോധം ലഭിക്കണോ? രക്ഷാവസ്ത്രം ധരിക്കണമോ? യേശുവിന്റെ കാൽപാദത്തിങ്കൽ അടുത്തു വരണം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാനും നിങ്ങളും സൗഖ്യത്തിനു വേണ്ടി, വിടുതലിനു വേണ്ടി, സമാധാനത്തിനു വേണ്ടി, കുഞ്ഞുങ്ങളുടെ വിഷയത്തിനു വേണ്ടി, കുടുംബ വിഷയത്തിനു വേണ്ടി പലപ്പോഴും യേശുവിനെ മറന്ന് ഓടുന്നവരാണ്. എന്നാൽ യേശുവിന്റെ അടുക്കൽ വരുമ്പോൾ വലിയ അത്ഭുതം കാണുവാൻ കഴിയും. അതെ, ഈ ഭൂതഗ്രസ്തൻ നിശ്ചയമായും അതിശക്തിയുള്ളവനായിരുന്നു. അതുകൊണ്ടാണല്ലോ ഇരുമ്പ് ചങ്ങല പോലും ഉരുമ്മിയൊടയ്ക്കുന്ന പ്രകൃതം സ്വഭാവം ഉണ്ടായിരുന്നത്. എന്നാൽ ആ മനുഷ്യൻ വളരെ ശാന്തനായി സുബോധത്തോടെ യേശുവിന്റെ കാൽപാദത്തിങ്കൽ ഇരിക്കുകയാ. ഇന്ന് എന്നെ നിങ്ങളെ അലട്ടുന്ന ദുഷ്ടന്റെ തന്ത്രങ്ങൾ, എത്ര ശക്തനായ പൈശാചിക ശക്തിയുടെ പോരാട്ടങ്ങൾ, അത് പാരമ്പര്യമായി നമ്മളെ നേരിടുന്നുണ്ടാകാം. നമ്മുടെ പിതാക്കന്മാരുടെ കാലത്ത് പിന്തുടരുന്ന ചില ദുഷ്ടശക്തികൾ നമ്മളെ ഈ നാളുകളിൽ വേട്ടയാടുന്നുണ്ടാവാം. കാര്യകാരണം എന്തുമായിക്കൊള്ളട്ടെ, സഹോദരങ്ങളെ, യേശുവിന്റെ പാദത്തിങ്കൽ അടുത്തു വരിക. നിശ്ചയമായും ശത്രു തോറ്റോടും. പ്രശ്നത്തിന് പരിഹാരമാകും. ഈ വിശുദ്ധ ദിനം ആരാധനയ്ക്കായി ഒരുങ്ങുന്ന ദൈവജനമേ, ഇന്നത്തെ നമ്മുടെ ആരാധനയിൽ സ്വർഗം ഇറങ്ങി വരട്ടെ. തമ്പുരാൻ പ്രസാദിക്കട്ടെ. നാളുകളായിട്ടുള്ള നമ്മുടെ എല്ലാ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും എന്നേക്കുമായി തീരട്ടെ. വിഷയത്തിന്മേൽ വിടുതൽ ഉണ്ടാവട്ടെ. നിങ്ങൾ മനസ്സിൽ വേദനയോടും സങ്കടത്തോടും ഭാരത്തോടും വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, കാത്തിരിക്കുന്ന നിങ്ങളുടെ മക്കളുടെ വിഷയം, ജോലി വിഷയം, വിസയുടെ വിഷയം, ആരോഗ്യ വിഷയം, നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിന്റെ വിഷയം, നിങ്ങളുടെ ഫിനാൻഷ്യൽ ക്രൈസിസിന്റെ വിഷയം, നിങ്ങൾ കടന്നു പോകുന്ന ചില നിയമപ്രശ്നങ്ങൾ, സഭയിൽ, സമൂഹത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ നേരിടുന്ന പോരാട്ടങ്ങൾ, എന്ത് പ്രശ്നവുമായിക്കൊള്ളട്ടെ, അതിന്മേൽ കർത്താവിന്റെ പാദപീഠത്തിങ്കൽ വിടുതലുണ്ട്. പ്രിയമുള്ളവരെ, സൗഖ്യമുണ്ട്. എത്ര പഴകിയതിനും, ലോകപ്രകാരം എത്ര വലിയ ശക്തിയും എത്ര എണ്ണവും എത്ര കൂട്ടവുമായിക്കൊള്ളട്ടെ, സകലത്തിനും വിടുതൽ കർത്താവിന്റെ അടുക്കലുണ്ട്. ആകയാൽ വിഷമത്തോടെ, ഭാരത്തോടെ എന്റെ ഈ പ്രശ്നം ആര് പരിഹരിക്കും? എങ്ങനെ തീരും? ഇതിനൊരു മറുപടി എന്താണ് ലഭിക്കുക? എന്നിങ്ങനെയുള്ള വേദനയോടെ ഈ ഞായറാഴ്ച അതിരാവിലെ ഭാരത്തോടെ എന്നെ കേൾക്കുന്ന ഏതെങ്കിലും വ്യക്തി ജീവിതങ്ങളോ, യുവ സഹോദരി സഹോദരങ്ങളോ, പ്രിയ മാതാപിതാക്കളോ ഉണ്ടോ? നിങ്ങൾ കർത്താവിന്റെ അടുക്കലോട്ട് പ്രാർത്ഥനാപൂർവം അടുത്തു ചെല്ലുക. തമ്പുരാൻ നിങ്ങളെ ചേർത്ത് പിടിക്കട്ടെ. നിങ്ങളുടെ വിഷയത്തിന്മേൽ പരിപൂർണ വിടുതലയക്കട്ടെ, സൗഖ്യം നൽകട്ടെ. നിശ്ചയമായും അന്തിമ വിടുതൽ ദൈവമക്കൾക്കാണ്. ഓർക്കുക, ആ മനുഷ്യൻ ആ പ്രദേശത്ത് യേശുവിന്റെ ഉത്തമ സാക്ഷിയായി തീർന്നു. അങ്ങനെയെങ്കിൽ നാം വേദനിച്ചെടുത്ത്, നാം സങ്കടപ്പെട്ടെടുത്ത്, നാം വിഷമിച്ച വിഷയത്തിന്റെ മധ്യേ എന്നെയും നിങ്ങളെയും അനുഗ്രഹത്തിന്റെ, വിടുതലിന്റെ സാക്ഷിയാക്കി നിർത്തുവാൻ ഈ കർത്താവിന് കഴിയും. ഇന്ന് പകൽ ആ നിലയിൽ എന്നെയും നിങ്ങളെയും മാനിച്ച് അനുഗ്രഹത്തോടെ പരിപാലിക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനപ്രകാരം നമ്മെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട്
ആ പാദപീഠത്തിലേക്ക് അടുത്തു ചെല്ലാം. വലിയൊരു അത്ഭുതം ഇന്ന് പകൽ ജീവജലം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെ മേൽ, നിങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ തമ്പുരാൻ അയക്കട്ടെ. അത് പ്രാപിച്ച് സ്തോത്രത്തോടെ സാക്ഷ്യത്തോടെ മുന്നേറുവാൻ സർവശക്തനായ ദൈവം ഏവരെയും ഇടയാക്കട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ വിശുദ്ധ ദിനത്തിന്റെ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ലോകമെമ്പാടുമുള്ള വിശുദ്ധന്മാരോട് ചേർന്ന് അങ്ങയെ വാഴ്ത്തുവാൻ, ആരാധിക്കുവാൻ ഒരു ദിനം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കിയല്ലോ. അപ്പാ, വേദനകളും പ്രശ്നങ്ങളും പ്രതികൂലമുള്ള ലോകയാത്രയിൽ അപ്പന്റെ അടുക്കൽ അടുത്തു വന്നാൽ അത്ഭുതം കാണാമെന്നുള്ള സദ്വാർത്ത ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ പ്രതികൂലങ്ങൾ മാറുവാൻ, പ്രശ്നങ്ങൾ മാറുവാൻ, ഞങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കുവാൻ അപ്പൻ മതിയായവനാണെന്നും ഈ ഗദരദേശത്തെ ഭൂതഗ്രസ്തനായ മനുഷ്യന്റെ വിടുതൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉദാത്ത മാതൃകയായി കർത്താവിങ്കിൽ നിന്നും വിടുതൽ പ്രാപിച്ച് സാക്ഷ്യത്തോടെ നിലകൊള്ളുവാൻ ഞങ്ങളെ സഹായിക്കണം. ദൈവവചനം കേട്ട് തങ്ങളെ തന്നെ ദൈവവരങ്ങളിൽ ഏൽപ്പിക്കുന്ന എല്ലാവരെയും അപ്പനെന്ന് മാനിച്ച് ദൈവകൃപയോടെ നിർത്തണമേ. എല്ലാ നന്മകളാലും പൊതിയണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവജനമേ, ഇന്ന് ലോകം ഒരു അത്ഭുതം കാത്തിരിക്കുന്നു. കാരണം വെള്ളത്തിലും കരയിലും ആകാശത്തും രക്തരൂക്ഷിതമായ പ്രതികൂല സാഹചര്യങ്ങൾ ശക്തമായി മുന്നേറുന്നു. പ്രതിസന്ധികൾ മനുഷ്യ ജീവിതത്തെ പിടിച്ചു കുലുക്കുന്നു. നാളത്തെ ദിനം എന്തേ ആകിത്തീരുമെന്നുള്ള ആശങ്കയോടെ മനുഷ്യൻ ആയിരിക്കുന്നു. അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ ഇന്നത്തെ വാഗ്ദത്ത വചനം ഹൃദയത്തിൽ സ്വീകരിച്ച് നമ്മുടെ ഭാരങ്ങളെ കർത്താവിന്റെ പാദത്തിൽ ഇറക്കി വെച്ച് ആ സ്വർഗീയ വിടുതലും അത്ഭുതവും കാണുവാൻ ദൈവ സന്നിധിയിലേക്ക് അടുത്തു വരാം. അത് നമുക്ക് മാത്രമല്ല, നമ്മുടെ ദേശത്തിന്, നമ്മുടെ രാഷ്ട്രത്തിന്, ലോകരാഷ്ട്രങ്ങൾക്ക്, ലോകരാഷ്ട്ര നേതാക്കന്മാർക്ക് ഒരു വലിയ സമാധാനവും വിടുതലുമാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതെ, ഇന്നത്തെ ദിനം, ഈ വിശുദ്ധ ദിനം സ്വർഗം മാനിച്ച് അനുഗ്രഹിച്ച് ദൈവകൃപയോടെ നമ്മെ ഏവരെയും പരിപാലിക്കട്ടെ. കർത്തൃശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കോടുകുളഞ്ഞി. God bless you all.